പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂർ അതിമനോഹരമായ ഒരു ദേശമാണ് ഓമല്ലൂർ. നിരവധി കലാകാരന്മാർക്കും കലാകാരികൾക്കും ജന്മം നൽകിയ നാടാണ് ഓമല്ലൂർ. അതുകൂടാതെ കാർഷിക മേഖലകൾക്ക് അതീവ പ്രശസ്തി നേടിക്കൊടുത്ത നാടാണ് ഓമല്ലൂർ. ഈ ഓമല്ലൂരിനെ പറ്റി പറഞ്ഞാൽ ഒന്നോ രണ്ടോ വാക്കുകൾ തീരാത്ത ഒരു വലിയ പ്രദേശം. ഈ ഓമല്ലൂരിലെ ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ച വിരുന്നാണ് നാം ഇന്ന് കാണാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓമല്ലൂർ എന്ന ദേശത്തേക്ക് പോകാം. ഇപ്പോഴാണെങ്കിൽ അത്രയും പശയൊന്നും ആവശ്യമില്ല. അന്നാണെങ്കിൽ ഒത്തിരി പശകളും കാര്യങ്ങളും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അന്നും അച്ഛനും അമ്മയും തന്നെയാണ് ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു തന്നെ. അവരിതുവരെ ഇതിനെ പറ്റി ഒരു എതിർപ്പും പറഞ്ഞിട്ടില്ല. പിന്നെയാണ് ഒരു ബസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബസ് നമ്മൾ ഹരിപ്പാട് പ്രജാപതി ട്രാവൽസിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പ്രൈവറ്റ് ബസ്സുകാർക്ക് നമ്മൾ കൊടുത്തതാണ്. നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്പാർട്ടൻ സഫാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് ഇന്ന് ഓമല്ലൂരാണ്. ഓമല്ലൂർ ഞെട്ടാനായിട്ടുള്ള ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. ഒരു കൊച്ചുമിടുക്കൻ്റെ മിനിയേച്ചറുകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ആ മിനിയേച്ചർ എന്ത് മിനിയേച്ചറാണെന്നല്ലേ അത് കണ്ട് മനസ്സിലാക്കിയാൽ മതി. നമുക്ക് കണ്ടിട്ട് വരാം. വരൂ. ജോയൽ ബിനു അല്ലേ? മോൻ്റെ കയ്യിലിരിക്കുന്നതാണ് മോൻ ചെയ്ത വർക്കുകളാണ് അല്ലേ? അതെ അതെ, ഇത് 1ാം ക്ലാസ് മുതലേ ഞാൻ ചെയ്തതാണ്. അതൊന്ന് ഫ്രണ്ടിൽ ഒന്ന് ക്യാമറ എടുത്ത് കാണിച്ച ഫ്രണ്ട് അതാണ്. കണ്ട അസാധ്യമായ വർക്കുകളാണ് ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ജോയൽ ബിനു എന്ന് പറയുന്ന ഒരു കൊച്ചു കലാകാരനെ, ഒരു കൊച്ചു മിടുക്കനെ വർക്ക് ചെയ്തിരിക്കുകയാണ്. അസാധ്യമായ വർക്കാണ്. വളരെ പെർഫെക്ഷനോടുകൂടി ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിച്ചാണ് ചെയ്തിരിക്കുന്നത്. ആ വർക്കിൻ്റെ ഒരു ഭംഗി കാണുമ്പോൾ തന്നെ നമുക്കത് തിരിച്ചറിയാൻ സാധിക്കാം. പെയിൻറ്റിങ് ആണെങ്കിലും എല്ലാം സ്വന്തമായി ചെയ്തിരിക്കുന്നതാണ്. അസാധ്യമെന്നല്ലാതെ വേറൊന്നും നമുക്ക് ഇതിന് പറയാനായിട്ടില്ല. ജോയൽ ബിനു നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഞാൻ ചെയ്ത വർക്കുകളാണ്. നിരവധി വണ്ടികളുണ്ട്, ഇതല്ലാതെ അകത്തുമുണ്ട്. എല്ലാം ഈ കൊച്ചുമിടുക്കൻ ചെയ്ത വർക്കുകളാണ് ഈ കാണുന്ന എല്ലാം. തകർത്തു തിമിർത്തു എന്നല്ലാതെ ഒന്നും പറയാനില്ല മോനെ. മോൻ എത്ര വർഷമായിട്ട് ഈ വർക്ക് ചെയ്യുന്നുണ്ട്? ഞാൻ ഇത് 1ാം ക്ലാസ് മുതല് ഈ പടങ്ങളൊക്കെ വരയ്ക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുമായിരുന്നു. അങ്ങനെ കൊറോണ സമയത്താണെങ്കിൽ 4ാം ക്ലാസ് മുതൽ ആദ്യമായിട്ടൊരു വണ്ടി ചെയ്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമൊക്കെ എന്ന് പറയുമ്പോൾ ഒരു പശയെന്നാണ് ഒരു വണ്ടി ഉണ്ടാക്കാൻ ഇപ്പോഴാണെങ്കിൽ അത്രയും പശയൊന്നും ആവശ്യമില്ല. അന്നാണെങ്കിൽ ഒത്തിരി പശകളും കാര്യങ്ങളും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അന്നും അച്ഛനും അമ്മയും തന്നെയാണ് ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു തന്നെ. അവരിതുവരെ ഇതിനെ പറ്റി ഒരു എതിർപ്പും പറഞ്ഞിട്ടില്ല. അവർക്ക് സന്തോഷമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ 4ാം ക്ലാസ് മുതലാണ് ഇത് പിന്നെ ചെയ്യാനുള്ളൊരിത് വന്നത്. പടങ്ങൾ വരയ്ക്കും, പിന്നെ അത് ചെയ്യണമെന്ന് മനസ്സിലാഗ്രഹമുണ്ട്. അന്നത് പറ്റാത്തതുകൊണ്ട് പിന്നെ 4ാം ക്ലാസ് മുതലായപ്പോൾ സ്വയമായിട്ട് ചെയ്യാനുള്ളൊരിത് വന്നു. അങ്ങനെയാണ് ഒരു ലോറി ചെയ്യുന്നത്. ലോറി അവിടെ ഇരിപ്പുണ്ട്, അത് കാണിക്കുക. ലോറി ആണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. പക്ഷേ ടീച്ചർമാർ, ഞാൻ 9ാം ക്ലാസ്സിൽ നമ്മുടെ ആരുവരി ഓമല്ലൂർ സ്കൂളിലാണ് പഠിക്കുന്നത്. അവിടുത്തെ ടീച്ചർമാർ, എല്ലാ സാറുമാരും ടീച്ചർമാരും എനിക്ക് സപ്പോർട്ടാണ്. അവരെനിക്ക് ഈയിടയ്ക്ക് എന്നെ അനുമോദിച്ചായിരുന്നു. ട്രോഫിയൊക്കെ തന്നായിരുന്നു. അത് എനിക്ക് വീണ്ടും ഇതൊക്കെ ചെയ്യാനുള്ള പ്രചോദനമാണ് അവരെ തന്നിട്ടുണ്ടായിരുന്നു. അമ്മ കണ്ടില്ലേ, അമ്മ അപ്പോഴത്തേന് ആ ട്രോഫി ആയിട്ട് വന്നിട്ടുണ്ട്. അമ്മ നമസ്കാരം. നമസ്കാരം. അമ്മയുടെ മകന്റെ ഒരു അസാധ്യ കഴിവുകളാണ് നമ്മൾ ഈ കാണുന്നതെല്ലാം. വളരെ സന്തോഷമുണ്ട് നമ്മുടെ ചാനലിന് ഇതൊക്കെ ഒന്ന് പകർത്താനും മോനെ നമ്മുടെ ചാനലിലൂടെ കുറച്ച് ആൾക്കാരിലേക്ക് കാണിക്കാനും ഒക്കെ സാധിച്ചതിൽ വളരെ അഭിമാനവും തോന്നുന്നുണ്ട്. അപ്പം മോന് കിട്ടിയ ഒരു ഫലകമാണ് ഇപ്പൊ അമ്മയുടെ കയ്യിലിരിക്കുന്നത്. സ്കൂൾ ടീച്ചേഴ്സ് എല്ലാം കൂടെ ചേർന്ന് മോന് അനുമോദനം കൊടുത്തിരിക്കുകയാണ് അല്ലേ? അപ്പൊ അമ്മയ്ക്ക് എന്താണ് ഈ മോന്റെ ഈ കഴിവുകളെ പറ്റി പറയാനുള്ളത്, ഈ സന്തോഷങ്ങളെ പറ്റി പറയാനുള്ളത്? വളരെ സന്തോഷം. വളരെ സന്തോഷം. വളരെ സന്തോഷം. പ്രോത്സാഹനമൊക്കെ ഉണ്ട്? ഉണ്ട്. രണ്ടുപേരും ഉണ്ട്. പപ്പയും അമ്മയും ഉണ്ട്. അമ്മയാണ് കട്ട സപ്പോർട്ട് വീട്ടിലത്തെ അല്ലേ? അതെ. അപ്പം ഇത് എത്ര ദിവസമായി കിട്ടിയിട്ട്? വ്യാഴാഴ്ച കിട്ടി. ഓ, വളരെ കിട്ടിയെന്ന് അറിയപ്പോ തന്നെ പപ്പയ്ക്കും അമ്മയ്ക്കും ഭയങ്കര സന്തോഷമായി. അല്ല, തീർച്ചയായും മക്കൾക്ക് ഇങ്ങനെയുള്ള ഒരു അനുമോദനങ്ങളും അവാർഡുകളും ഒക്കെ കിട്ടുമ്പോഴേ ഒരു ഏതൊരു രക്ഷകർത്താനും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വളരെ സന്തോഷം ഉണ്ടാകുന്ന മുഹൂർത്തങ്ങളാണ്. അതൊക്കെ ഇനി നിരവധി നമ്മളിലേക്ക് എത്തട്ടെ. ഇതൊക്കെ കാണാനും അനുഭവിക്കാനുമുള്ള ഭാഗ്യങ്ങളൊക്കെ അമ്മയ്ക്കും അച്ഛനും മോനും ഒക്കെ ഉണ്ടാകട്ടെ എന്നാണ് നമുക്ക് ആത്മാർത്ഥമായിട്ട് പറയാനുള്ളത്. അപ്പം ഇതൊക്കെ ഈ മോൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വണ്ടികളാണ്. അതെ. അപ്പം ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കൂടെ വന്ന് എന്തെങ്കിലും ഹെൽപ്പൊക്കെ ചെയ്യാറുണ്ടോ?
ഹെൽപ്പ് ചെയ്യാറുണ്ടെന്ന് ചോദിച്ചാൽ അമ്മ ആ പശ എടുത്തോണ്ട് താ അല്ലെ ആ പോയിന്റ് ഷീറ്റ് എടുത്തോണ്ട് താന്നൊക്കെ പറയുമ്പോൾ ഞാൻ എടുത്തോണ്ടൊക്കെ കൊടുക്കും. ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എന്താണ്? ഭയങ്കര സന്തോഷമാണ്. അപ്പം അമ്മയുടെ പേരെങ്ങനായിരുന്നു? രാജിമോൾ. അത് നമ്മുടെ മകൻ്റെ അമ്മയാണ്, രാജിമോൾ എന്നാണ് പേര്. അമ്മയ്ക്ക് വളരെ വളരെ സന്തോഷമാണ് മോന് കിട്ടിയ ഈ ഫലവുമായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ. ആണ് ആ കൊച്ചുമിടുക്കൻ, അമ്മയുടെ ഏക സന്താനമാണല്ലേ? ഓക്കെ, അമ്മയുടെ അരിമപുത്രനാണ്. അമ്മയുടെയും പപ്പയുടെ അരിമപുത്രനാണ് ഈ നിൽക്കുന്നത്. നല്ല സന്തോഷം. ഈ ഒരു വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ പപ്പയൊക്കെ കൂടെ മുന്നിൽ നിൽക്കുന്നത്. എല്ലാ കാര്യങ്ങൾക്കും ഇതെല്ലാം വാങ്ങിക്കൊടുക്കുന്ന പറയുമ്പോ അന്നേരം വാങ്ങിക്കൊടുക്കും. എന്ത് കാര്യം പറഞ്ഞാലും പപ്പ കട്ടക്ക് നിൽക്കുകയാണ്. അതെ, എല്ലാ കാര്യങ്ങൾക്കും. വളരെ സന്തോഷം. അതെ, വളരെ സന്തോഷം. അഭിമാനമാണ്. തീർച്ചയായും അഭിമാനമുള്ള കാര്യമാണ്. ഇപ്പം ഞാൻ ഇങ്ങനെ ഈ ഒരു വർക്കിനെ പറ്റി, ഈ ഒരു വീഡിയോയെ പറ്റി അറിഞ്ഞപ്പോൾ പെട്ടെന്ന് മോനെ വിളിച്ച്, മോനെ ഇന്നുപോലെ നമുക്ക് ചാനലിലേക്ക് ഒരു വർക്ക് തരുമോ എന്ന് കാണാനോ നമ്മുടെ പ്രേക്ഷകരെ കാണിക്കാനോ മോൻ്റെ കഴിവുകളെന്ന് പറഞ്ഞപ്പം മോൻ വിളിച്ചു. ഞാൻ വന്നപ്പം എന്നെ വളരെ ഞെട്ടിച്ച് കളഞ്ഞു. മോൻ്റെ ആ റൂം നിറച്ചിരിക്കുന്ന കാര്യം അത് നമുക്ക് എല്ലാം കൂടെ നിരത്തി ഇവിടെ വെക്കാൻ പറ്റത്തില്ല, സമയം ഒരുപാട് എടുക്കും. അപ്പം അതിനകത്ത് നല്ല ഇരുട്ടുമുണ്ട്, അതുകൊണ്ട് പ്രേക്ഷകരെ കൂടുതൽ കാണിക്കാനും പറ്റുന്നില്ല. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. ആ വർക്കുകൾ കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി കേട്ടോ. ഇത്രയും സമയം, ഒരു വർക്ക് എടുക്കാൻ എത്ര സമയമൊക്കെ എടുക്കുന്നുണ്ട് മോനെ? സമയമാണ് കൂടുതലും വേണ്ടത്. സമയം 2 ദിവസമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു വണ്ടി പണിയിറങ്ങാം. ഈ ഒരു ടാറ്റയുടെ SC ലോറിയൊക്കെ ഇതൊക്കെ പണിയിറങ്ങാൻ വേറെ 2 ദിവസം മതി. അത് ഫുൾ ടൈമായിട്ട് എടുക്കുവാണെങ്കിൽ അത്രയും ദിവസം, ഇല്ലെങ്കിൽ കുറച്ചായിട്ട് എടുക്കുവാണെങ്കിൽ ഒരു 10 ദിവസമൊക്കെ എടുക്കും. സ്കൂളിൽ പോകണ്ട, ഇതിനൊക്കെ 2 ദിവസം അവധിയൊക്കെ അടുപ്പിച്ച് ഇങ്ങനെ കിട്ടുമ്പോഴത്തേക്ക് അങ്ങനത്തെ അറിഞ്ഞു പണിയാണ്. മോനെ, നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഇനിയും പറയാനുള്ളത് പറയുമ്പോൾ ഇതാണ് ടാറ്റയുടെ ഒരു വണ്ടിയാണ്. ടാറ്റയുടെ ഇത് ഞാൻ ചെയ്തതെന്ന് പറയുമ്പോൾ 7ാം ക്ലാസ്സിലെ വെക്കേഷനിൽ ചെയ്തതാണ്. അത് ഇതും വേസ്റ്റായിട്ട് എനിക്കൊരു കടയിൽ നിന്ന് കിട്ടിയതാണ്. വേസ്റ്റ് നമ്മുടെ ഇന്ത്യയോടെയൊക്കെ ഈ ചെറിയ പരസ്യത്തിന്റെ ഒക്കെ സാധനം വരും, വേസ്റ്റ് ഐറ്റം. അതാണ് ഇതിൻ്റെ അകത്ത് മൊത്തം. പിന്നെ പശ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, ബാക്കി എല്ലാ വേസ്റ്റ് ഷീറ്റ് തന്നെയാണ് ഇത് ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോൾ എൻ്റെ ഈ വർക്കുകളൊക്കെ ആർക്കെങ്കിലും കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ, അതായത് ഏതേലും വണ്ടി, ഇതിൽ നിങ്ങൾ പറയുന്ന ഏത് വണ്ടിയാണെങ്കിലും ഞാൻ ഉണ്ടാക്കി തരുന്നതായിരിക്കും. ഏത് വർക്ക് വേണമെങ്കിലും ഉണ്ടാക്കി തരുന്നതായിരിക്കും. ഇതിലേതെങ്കിലും വർക്കുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്തു തരും. എൻ്റെ നമ്പർ ഈ വീഡിയോയുടെ താഴെ തന്നെ കൊടുത്തേക്കാം. അപ്പം പ്രേക്ഷകരെ, സ്മാർട്ട് പെൻ സഫാരിയുടെ ഈ ഒരു വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരോടും പറയാനുള്ളത്, മക്കൾക്കും കളിക്കാനും അല്ലെങ്കിൽ ഷോക്കേസ് വെക്കാനും ഒക്കെ അതിമനോഹരമായ ഹാൻഡ് മെയ്ഡ് വർക്ക് ഒരു കൊച്ചു കലാകാരന് പ്രോത്സാഹനം കൂടിയാകും. അപ്പം ആ കുഞ്ഞിന് ഇത്തരം വർക്കുകൾ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം ഇത്തരം വർക്കുകൾ ആർക്കെങ്കിലും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയിൽ കുഞ്ഞിൻ്റെ നമ്പർ കൊടുക്കുന്നതായിരിക്കും. അപ്പം തീർച്ചയായും ആർക്കും കോൺടാക്റ്റ് ചെയ്യാം. അദ്ദേഹം സമയം പോലെ, കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പോൾ പഠിത്തത്തിൻ്റെ സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇച്ചിരി സമയം എടുത്താണെങ്കിലും ഒരു മാസം കൊണ്ടൊക്കെ സമയമെടുത്ത് ആ ഓർഡർ അനുസരിച്ച് കൃത്യമായിട്ട് കുട്ടി ചെയ്തു തരുന്നതായിരിക്കും. ഈ വർക്കുകളാണ് ഈ കാണുന്നതെല്ലാം നമ്മളെ ഞെട്ടിച്ചിരിക്കുന്ന വർക്കുകളാണ്. ഈ കിടക്കുന്ന എല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള വർക്കുകളാണ്. ഇതൊന്നുമല്ല, ഒരു റൂം നിറച്ച് വർക്ക് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. കുറേ നാളുകളായിട്ടുള്ള വർക്കുകളാണ്. പക്ഷേ ആ റൂമിനകത്ത് വെട്ടത്തിൻ്റെ ഒരു കുറവുള്ളതുകൊണ്ടും എല്ലാം എടുത്ത് വെളിയിൽ വെക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് കാരണവും നമ്മൾ ഏതാനും കുറച്ച് വർക്കുകൾ മാത്രമാണ് ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പം നമുക്ക് ഇവിടെ എത്തപ്പെടാനുള്ള കൃത്യമായ ലൊക്കേഷൻ മോൻ തന്നെ ഒന്ന് പറഞ്ഞാട്ടെ. എൻ്റെ ഈ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ വാഴമുട്ടം കഴിഞ്ഞ് വരുമ്പോൾ മുള്ളനിക്കാട് വലിയ പള്ളിയുണ്ട്. മുള്ളനിക്കാട് ഓർത്തഡോക്സ് വലിയ പള്ളി. ആ പള്ളിയുടെ അവിടെ നിന്ന് കുറച്ച് വന്നാൽ മതി എൻ്റെ വീട്ടിലോട്ട്. അത് നമുക്ക് ആർക്കെങ്കിലും ഈ വണ്ടികളൊക്കെ വേണമെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യും. നമ്മൾ ലൊക്കേഷൻ അയച്ചു തരുമോ, നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും ഈ ലൊക്കേഷൻ. ആർക്കെങ്കിലും വീഡിയോ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യും, നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ കൊച്ചുമിടുക്കൻ്റെ ഈ കണ്ട കഴിവുകളെല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് പുള്ളിയുടെ വർക്കുകളാണ് നമ്മൾ ധാരാളം കണ്ടല്ലോ. അപ്പം നമ്മുടെ ചാനലിൻ്റെ പേരിൽ ഇത്രയൊരു വർക്ക് ചെയ്യാനൊരു അവസരം തന്നതിനകത്തും മോൻ്റെ ഈ കഴിവുകൾ കാണാനൊരു അവസരം തന്നതിനകത്തും ഒക്കെ
സ്മാർട്ട് പെൺ സഫാരിയുടെ വളരെ ആത്മാർത്ഥമായ നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമുക്ക് വീണ്ടും ഗംഭീരമായ ഒരു വീഡിയോ വീണ്ടും ചെയ്യണം. അതെ അതെ, അതിനുള്ളൊരു അവസരം വീണ്ടും തരണം എന്ന് പറഞ്ഞുകൊണ്ട് അതെ. എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു ഈ ഒരു വീഡിയോ ചെയ്യാൻ സ്മാർട്ട് പെൺ സഫാരിക്ക് ഒരു അവസരം തന്നതിനകത്ത്. അപ്പം വലിയ വലിയ ഉന്നത വിജയങ്ങളോട് പഠിത്തത്തോടൊപ്പം കലയിലും എത്തപ്പെടട്ടെ എന്ന് ആത്മാർത്ഥം ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു. മോനെന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? ഇനിയും എനിക്കൊരു ചെറിയൊരു ഇൻസ്റ്റാഗ്രാമിൽ പേജ് കൂടെ ഉണ്ട്, JJ ഓട്ടോക്രാഫ്റ്റ് എന്നാണ് അതിന്റെ പേര്. അപ്പോൾ ആ പേജിന്റെ അകത്ത് കയറി എല്ലാവരും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോസ് എല്ലാം, ഈ വണ്ടികളുടെ വീഡിയോസ് എല്ലാം ഞാൻ അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൂടെ ഒന്ന് ലൈക്കൊക്കെ അടിച്ച് സപ്പോർട്ട് ചെയ്യുക. അപ്പം എല്ലാവരും ഈ കൊച്ചു ബാലനും കൂടെ ഒന്ന് കട്ട സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ എടുക്കാൻ വന്ന ചാനലിലെ ഈ ഒരു അങ്കിള് എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി അത്രയും ദൂരത്തു നിന്നാണ് വന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് എന്തുവാണെങ്കിലും ഈ അങ്കിളിൻ്റെ കൂടെ തന്നെ ഒരു വീഡിയോയുടെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ. സ്മാർട്ട് പെൺ സഫാരിയുടെ ഈ ഒരു വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരോടും പറയാനുള്ളത്, മക്കൾക്കും കളിക്കാനും അല്ലെങ്കിൽ ഷോക്കേസ് വെക്കാനും ഒക്കെ അതിമനോഹരമായ ഹാൻഡ് മെയ്ഡ് വർക്ക് ഒരു കൊച്ചു കലാകാരന് പ്രോത്സാഹനം കൂടിയാകും. അപ്പം ആ കുഞ്ഞിന് ഇത്തരം വർക്കുകൾ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം ഇത്തരം വർക്കുകൾ ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയിൽ കുഞ്ഞിൻ്റെ നമ്പർ കൊടുക്കുന്നതായിരിക്കും. അപ്പം തീർച്ചയായും ആർക്കും കോൺടാക്റ്റ് ചെയ്യാം. അദ്ദേഹം സമയം പോലെ, കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പോൾ പഠിത്തത്തിൻ്റെ സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇച്ചിരി സമയം എടുത്താണെങ്കിലും ഒരു മാസം കൊണ്ടൊക്കെ സമയമെടുത്ത് ആ ഓർഡർ അനുസരിച്ച് കൃത്യമായിട്ട് ആ കുട്ടി ചെയ്തു തരുന്നതായിരിക്കും. അതിന് ചെറിയൊരു എമൗണ്ടും അല്ലേ പൈസ ഉണ്ടാവും. അത് ആ കുഞ്ഞ് എത്രയാണെന്നുള്ളത് പറയും. ആ വർക്കിൻ്റെ അനുസരിച്ചും അതിൻ്റെ മെറ്റീരിയൽസിൻ്റെയും വർക്കിൻ്റെയൊക്കെ അനുസരിച്ച് പറയും. അത് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു പ്രോത്സാഹനം കൂടിയാവും. അപ്പം ഈ വർക്കുകളാണ് ഈ കാണുന്നതെല്ലാം, നമ്മളെ ഞെട്ടിച്ചിരിക്കുന്ന വർക്കുകളാണ്. ഈ കിടക്കുന്ന എല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള വർക്കുകളാണ്. ഇതൊന്നുമല്ല, ഒരു റൂം നിറച്ച് വർക്ക് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. കുറേ നാളുകളായിട്ടുള്ള വർക്കുകളാണ്. പക്ഷേ ആ റൂമിനകത്ത് വെട്ടത്തിൻ്റെ ഒരു കുറവുള്ളതുകൊണ്ടും എല്ലാം എടുത്ത് വെളിയിൽ വെക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് കാരണവും നമ്മൾ ഏതാനും കുറച്ച് വർക്കുകൾ മാത്രമാണ് ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.